ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒത്തിരി നാളായി നിങ്ങളെ ഞാൻ നേരിട്ട് കണ്ടിട്ട്. അപ്പം ഇന്ന് ഞാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ മൂകാംബികയ്ക്ക് പോകാനായിട്ട് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു 4 ദിവസമാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്നപ്പോഴത്തേക്കും നമുക്ക് പോകുമ്പോൾ കുറച്ച് ഡ്രസ്സും അങ്ങനെ ഐറ്റംസൊക്കെ നമുക്ക് വേണം. അപ്പോൾ അത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ലഗേജ് നമുക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഒരു ബാഗ് നമുക്ക് ചെയ്ത് വെക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു വീട് നമ്മൾ കൊണ്ടുപോകാൻ എന്നാക്കി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പോകുന്ന കുറച്ച് ഇതൊക്കെ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്നൊക്കെ സാധനങ്ങളാണ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാർ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൊണ്ട് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ ആക്കില്ല കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യണമെങ്കിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും താമസിക്കാൻ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. ഇങ്ങനെ കിടക്കുകയാണ് ഡ്രസ്സുകൾ. നമുക്കിനി അത് ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം. ഇതാ ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്ത ബാഗായിരുന്നു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല ബാഗാണ്. അപ്പം ഞാൻ ഇപ്പം അമ്മയുടെയിലോട്ട് മൊബൈൽ കൊടുത്തിട്ട് ആണ് നമ്മുടെ വീഡിയോ ഇവിടെ എടുക്കുന്നത്. നമ്മുടെ മൊബൈലിലാണ് കേട്ടോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതും എല്ലാം എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്ന മൊബൈലിൽ തന്നെയാണ്. പിന്നെ ഞാൻ 2 ഇതുപോലെ ഓഫർ കിട്ടിയപ്പോഴത്തേനും നമ്മുടെ മൂകാംബിക ട്രിപ്പ് നേരത്തെ പ്ലാൻ ചെയ്തു. പിന്നെ അതുമല്ല നമുക്കിങ്ങനെ ലോങ് ട്രാവലിംഗ് ഒക്കെ ഇതുപോലെ വരുമ്പോഴത്തേനും ബാഗ് തന്നെയാണ് അത്യാവശ്യം വേണ്ടിയിരുന്നു. എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ എൻ്റെ അത് ഇങ്ങനെ ജസ്റ്റ് ഒരു ചീത്തയായി. അപ്പം ഞാനിത് ഓഫർ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല അടിപൊളി ബാഗാണ് കേട്ടോ. കോംബോ ഓഫർ അടിപൊളി സൂപ്പർ ബാഗാണ്. അത്യാവശ്യം നല്ലപോലെ ഡ്രസ്സുകളും ഒക്കെ ആണെങ്കിൽ നല്ലപോലെ കൊള്ളും. അപ്പം 2 ട്രോളറും ഉണ്ട്, നമുക്ക് ഉരുട്ടിക്കൊണ്ട് പോകാനൊക്കെ പറ്റുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ 2-3 ദിവസം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് നമുക്ക് കുറച്ച് ഡ്രസ്സുകൾ അത്യാവശ്യമാണ് കൊണ്ടുപോകാനൊക്കെ. ബെഡ്ഷീറ്റ് ആണെങ്കിലും കമ്പിളിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഡ്രസ്സാണെന്ന് പറഞ്ഞാലും നമ്മുടെ 4 പേരുടെ ഡ്രസ്സുകളും എല്ലാ സാധനങ്ങളും നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നാണെങ്കിലും ഇപ്പം ഈ 2 ബാഗ് എന്നാണെങ്കിലും നമുക്ക് എടുത്തല്ലേ പറ്റുള്ളൂ. പിന്നെ അപ്പം നമുക്ക് എന്നാണെങ്കിലും നമുക്ക് പാക്കിങ്ങിലോട്ട് പോകാം. നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി നല്ല സൂപ്പർ ബാഗ്, നല്ല ക്വാളിറ്റിയുള്ള ബാഗാട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. 2 ബാഗ് ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അതിൻ്റെ സിപ്പൊക്കെ സൂപ്പറാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് കേട്ടോ. നല്ലപോലെ ഡ്രസ്സുകൾ എനിക്കിത് കണ്ടിട്ട് നല്ല രസം തോന്നി. നമുക്കൊരു ഇത് തോന്നില്ല, സംതൃപ്തി തോന്നില്ല. നമ്മൾ മേടിച്ചിട്ട് നല്ലതാണല്ലോ, അതുപോലെ ഒരു നല്ലൊരു ഫീലിംഗാണ് എനിക്ക് ഇത് മേടിച്ചപ്പോൾ കിട്ടുക. പിന്നെ നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഞാൻ അമ്പലത്തിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് തന്നെ പട്ടുപാവാട ബ്ലൗസും അതുപോലെ തന്നെ കൊച്ചിന് പട്ടുപാവാട ബ്ലൗസും കുഞ്ഞിന് മുണ്ടും അതൊക്കെ വേണമല്ലോ. പിന്നെ നമുക്ക് സെറ്റ് സാരിയും അതുമെല്ലാം വേണം. സെറ്റ് ബ്ലൗസ്, ഹസ്ബൻഡിനാണെങ്കിൽ മുണ്ടും ഷർട്ടെല്ലാം വേണം. അതെല്ലാം നമുക്കൊരു പാക്കറ്റിനകത്ത് ഒരു കവറിൽ നമുക്ക് പാക്ക് ചെയ്തു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു. പിന്നെ അല്ലാതെ നമുക്ക് കുട്ടികൾക്ക് പെൺകുഞ്ഞിനാണെങ്കിലും ചെറുക്കൻ കൊച്ചിനാണെങ്കിലും 2 പേർക്കും ഡ്രസ്സുകൾ വേണം. അപ്പോൾ ആദ്യം മോഡ എടുക്കാമെന്ന് വെച്ചു. അപ്പം ഏറ്റവും നമുക്ക് ഈ നല്ല കനം കുറഞ്ഞത്, ഏതെങ്കിലും പെട്ടെന്ന് നമുക്ക് ബാഗിനകത്തൊക്കെ നമുക്ക് എന്താ പറയുക, ഒത്തിരി ബൊമ്മ ആയിട്ടുള്ള ഉടുപ്പുകൾ വെക്കുമ്പോൾ ഇടയ്ക്ക് സ്പേസ് കിട്ടത്തില്ല. അതിനെക്കാളും പേര് നമുക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ഡ്രസ്സ് അധികം കൊണ്ടുപോകാനും പറ്റും. നമുക്ക് അത്രയും ഭാരം തോന്നിക്കത്തുമില്ല. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഇടുമ്പോഴാണെങ്കിലും നല്ലൊരു കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ വെയിറ്റ് ഇല്ല. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഒരു 3-4-5 ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്. ഇതെല്ലാം ടോപ്പാണ്, ടോപ്പിൻ്റെ പാൻറ്റാണ് അതിലിരിക്കുന്നത് കേട്ടോ. നല്ല ഇതാണ്. ഇത് നമുക്ക് പെരുന്നാളിന് കിട്ടിയതാണ്. ഞാൻ 3-4 നമ്മളിപ്പം കൊച്ചിന് തന്നെ ഒരു എടുക്കുന്നുണ്ട്, ചിത്രമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ത്രില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ മൂകാംബിക ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് ഞങ്ങൾ ടൂറ് പോകുന്നുണ്ട്. ക്ലാസ്സിലാണെങ്കിലും ഒക്കെ പോകുമ്പോൾ ഞങ്ങൾ ടൂറ് പോകാമെന്ന് പിള്ളേർക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ഞങ്ങളോട് ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം നമുക്കിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ലോങ് ട്രിപ്പ് അങ്ങനെ പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റായിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നത്. കാരണം ഫസ്റ്റായിട്ടാണ് ട്രെയിനിൽ കയറാൻ വേണ്ടി ഞാൻ പോകുന്നത് പോലും. ആദ്യത്തെ ട്രിപ്പാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഇങ്ങനെ ട്രെയിനിലൊക്കെ കയറി പോകുന്നത്. ഇതാണ് ഇങ്ങനെയൊരു പാവാടയും ബ്ലൗസും ഉണ്ട്. സ്കേർട്ട് നല്ല അടിപൊളിയാണിത്. ഇതെല്ലാം
കട്ടി കുറഞ്ഞതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് അവൾക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവടയും ബ്ലൗസുമാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടം, പാവടയും ബ്ലൗസും ഒക്കെയാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ കട്ടി കുറഞ്ഞാൽ നമുക്ക് ഒത്തിരി വെയിറ്റ് നോക്കിയാണ് ഞാൻ ഇങ്ങനെ വെക്കണത്. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതാണല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്, കുറച്ചെടുത്തു. മൊബൈലായതുകൊണ്ട് കുറച്ച് ഇതായിട്ടേ കിട്ടത്തുള്ളൂ ഇങ്ങനെ എടുക്കാൻ. പിന്നെ ഇവിടെ മഴയാണ്, നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ സമയത്താണ് നമ്മളിപ്പോൾ ട്രിപ്പ് പോകുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പേ ഞങ്ങളിങ്ങനെ ഇതുപോലെ പ്ലാൻ എടുത്ത് വെക്കണം എന്നൊക്കെ ചെയ്തതാണ്. പക്ഷേ നടന്നില്ല. കാരണം വെച്ചാൽ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എന്ന് നമ്മളിരുന്നു. പക്ഷേ അടുത്തപ്പോഴത്തേനും ഒട്ടും നേരമില്ല. കടയിലെ കാര്യമാണെങ്കിലും നമുക്ക് ആൾക്കാർ വരുമ്പം സാധനം എടുത്ത് കൊടുക്കാനാണെങ്കിലും കേക്കിൻ്റെ ഓർഡറും അത് ചെയ്യാനാണെങ്കിലും എല്ലാം കൂടെ ഭയങ്കരമായിട്ടും നമുക്ക് ആ ദിവസം അടുത്തപ്പോഴത്തേനും ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. നേരം കിട്ടിയില്ല ഒന്നിനും. പിന്നെ പെട്ടെന്ന് ചടപട എല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒത്തിരി മെനയൊന്നും കാണുകയില്ല. ഇങ്ങനെ പാക്കിങ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാക്കിങ് ചെയ്ത് ഇങ്ങനെ ഇടുന്നതും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ പാക്കിങ് വെച്ച് നമ്മളിങ്ങനെ കൊണ്ടുപോകാനായിട്ട് ലഗേജ് നമ്മളിങ്ങനെ ചെയ്യുന്നത്, ട്രാവലിംഗ് ബാഗ് നമ്മൾ ചെയ്യുന്നത്. ഷോപ്പിൽ നിന്നൊക്കെ ഞാനിപ്പോൾ ജസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആൾ വരും. ആളും പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വരണം, സാധനം എടുത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് പിന്നെയും നമ്മൾ വീഡിയോ പിന്നെയും ചെയ്യുന്നത്. അപ്പം വീഡിയോ എടുക്കാൻ തന്നെ ഇപ്പം ഒട്ടും പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇടയ്ക്കൊന്നും ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നില്ലല്ലോ. പിന്നെ ഇതിപ്പം ഞാൻ എന്താ പറയുക, കൊച്ചിന് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റ് നമുക്ക് വേണം. പിന്നെ മോൻ്റെ കുറച്ച് ഡ്രസ്സുകൾ, അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സ്, അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ അടുക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ എടുത്ത് വെക്കണം. അപ്പം അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇതിന്ന് ഗിഫ്റ്റ് കിട്ടിയത് ബർത്ത്ഡേ ഗിഫ്റ്റ്, എൻ്റെയും മോടെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഹസ്ബൻഡ് ഗിഫ്റ്റായിട്ട് കൊണ്ട് തന്നതാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഗിഫ്റ്റ് കൊടുത്തത്. എൻ്റെ മോടെയും ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അതിൻ്റെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? ഇത് തുറന്ന് കാണിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അഡ്രസ്സ് ഞങ്ങൾ ഇത് കാണിക്കാം. കാരണം വെച്ചാൽ ഇപ്പോൾ എല്ലാം എടുത്ത് കാണിക്കാൻ വേണ്ടി പോയാൽ അത്രയും കൂടെ നേരം പോവും. അപ്പം ഇതെല്ലാം കൂടെ നമ്മുടെ ബാഗിനകത്തോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നമ്മൾ സെറ്റ് സാരി അമ്പലത്തിൽ പോകുമ്പം നമുക്ക് സെറ്റ് സാരി ഞാനിപ്പോൾ തേച്ച് പ്ലേറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ അവിടെ ചെന്ന് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ബാഗിനകത്തോട്ട് ഇത് നമുക്ക് ചെയ്ത് വെക്കാം ഒരു കവറിലേക്ക്. ഇനി വേണ്ടത് നമ്മുടെ ഒരു ഇതിനകത്തോട്ട് ചാർജറും മേക്കപ്പ് സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഇങ്ങനെ ഇതിനൊക്കെ എളുപ്പമുണ്ട് ഇങ്ങനെ എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഏകദേശം ഒരു പാക്കിങ് ഇതുപോലെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോകുമ്പോൾ ഇങ്ങനെ പറ്റുവാണെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കാം. അപ്പം നിങ്ങളും ഇതുപോലെ പോയ യാത്രയുടെ ഒക്കെ കാര്യങ്ങളൊന്നും നമുക്കും ഷെയർ ചെയ്തിടുക കേട്ടോ. അപ്പം നമുക്ക് മൂകാംബിക ട്രിപ്പ്, മൂകാംബിക അമ്മേനെ കണ്ട് തൊഴുത് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ. പറ്റുവാണെങ്കിൽ അവിടുത്തെ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ നോക്കാം കേട്ടോ, യാത്ര ചെയ്യുന്നതിൻ്റെയൊക്കെ. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ബൈ.